അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലൊരാളായ ഷാറൂഖ് സാർ നമ്മളോടൊരു ഡൗട്ട് ചോദിച്ചായിരുന്നു. ഇതുപോലെ എങ്ങനെയാണ് പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിന് വേക്കൻസിയും കാര്യങ്ങളും ഒക്കെ ബാക്കിയുള്ള രാജ്യങ്ങളിൽ. അപ്പോൾ നമ്മൾ മാൽദീവ്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മാൽദീവ്സിൻ്റെ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിന് വേക്കൻസി കഴിവതും കുറവാണ്. കാരണം അവിടുത്തുകാർ തന്നെയാണ് കൂടുതലും പ്രൈമറി ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത്. പിന്നെ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലേക്ക് സോഷ്യൽ സയൻസിനൊക്കെ ചില ടീച്ചേഴ്സൊക്കെ വരുന്നത് BEd ക്വാളിഫിക്കേഷനോട് കൂടി ഹയർ സെക്കൻഡറി പഠിപ്പിക്കാൻ വരുന്ന ടീച്ചേഴ്സ് ചില സമയത്ത് ഹയർ സെക്കൻഡറിയിൽ എക്സസ് ആയി കഴിയുമ്പോൾ ചിലപ്പോൾ പ്രൈമറി ക്ലാസ്സുകളിലൊക്കെ കയറി പഠിപ്പിക്കുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ മിഡിൽ സ്കൂളിൽ കയറി പഠിപ്പിക്കുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ അത് വെച്ച് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാൽദീവ്സിലേക്ക് ഇപ്പോൾ DLED കൂടി വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ BLED കൂടി വരികയാണെന്നുണ്ടെങ്കിൽ വേക്കൻസി വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഗൾഫ് കൺട്രീസിൽ നമുക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ ബ്രിട്ടീഷ് കരിക്കുലം, അമേരിക്കൻ കരിക്കുലം, ഇതുപോലുള്ള കരിക്കുലം ഒക്കെ ഫോളോ ചെയ്യുന്ന കൺട്രീസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും DLED ഉണ്ട്, BLED ക്വാളിഫിക്കേഷൻ വേണം. അതുപോലെ തന്നെ IELTS അവർ ചോദിക്കുന്നുണ്ട്. ഇപ്പം IB ആണെങ്കിൽ പോലും, IB സിലബസിൽ ഉള്ള സ്കൂളുകളിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പോലും IELTSൻ്റെ സ്കോർ മിനിമം ഒരു 6.5 വേണം. ജനറൽ ആണെങ്കിൽ 6 വേണം, അക്കാഡമിക് ആണെങ്കിൽ. അപ്പം ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു 2 to 3 years ഓഫ് എക്സ്പീരിയൻസ് ആണ് പല സ്കൂളുകളിലും നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസും DLED BLED പോലുള്ള ക്വാളിഫിക്കേഷൻസും IELTSും പിന്നെ ഒരു 3 year ഡിഗ്രിയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ഗൾഫ് കൺട്രീസ് തന്നെ ധാരാളം പ്രൈമറി ടീച്ചേഴ്സിന് വേക്കൻസി ഉണ്ട്. ചില സ്കൂളുകളിൽ മാത്രമായിട്ട് ഒരു 4 year ഡിഗ്രി ചോദിക്കുന്നുണ്ട്. ചില അമേരിക്കൻ കരിക്കുലം ഫോളോ ചെയ്യുന്ന ഗൾഫ് കൺട്രീസിൽ 4 year ഡിഗ്രിയാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ അത് ശ്രദ്ധിക്കണം. അതിപ്പം നിങ്ങൾക്കൊരു MEd കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഒരു 2 വർഷത്തെ കോഴ്സുകൂടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ പോലും അവരത് കണക്കാക്കുകയും നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അതായത് 4 year ഡിഗ്രിക്ക് പകരമായിട്ട് അതൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ നിങ്ങൾക്ക് മാച്ച് ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എത്രത്തോളം ക്വാളിഫിക്കേഷൻസ് എക്സ്ട്രാ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ചില സർട്ടിഫിക്കറ്റ്സുകളുണ്ടോ. ഇപ്പോൾ TEFL കോഴ്സുകളൊക്കെ പലപ്പോഴായിട്ട് നമ്മൾ ഓൺലൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റും വളരെ തുച്ഛമായ എമൗണ്ടിൽ. അപ്പോൾ ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇത് പല സ്കൂളുകളിലും ചോദിക്കുന്നൊരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ ടീച്ചേഴ്സ് എത്രത്തോളം പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കരിക്കുലത്തിലെ ആക്ടിവിറ്റീസിന് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇതിനു മുമ്പ് കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ അങ്ങനെയുള്ള ടീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ പലപ്പോഴും ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നൊരു മെയിൻ ക്വസ്റ്റ്യൻ ആയിട്ട് ഇപ്പോൾ കാണപ്പെടാറുണ്ട്. അപ്പം എനിവേസ്, ബെസ്റ്റ് വിഷസ്.